ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഒരു മിനിറ്റ് സജീവണ്ണ, അയച്ചു തരാം. എന്നാലും ക്രിസ്മസിന് വിഷുവിന്റെ ആശംസ വീഡിയോ ചോദിക്കുന്നത് നിങ്ങൾ മാത്രമേ കാണുള്ളൂ. വിഷു നീ സമയമില്ലേ? എല്ലാരും ഇന്ന് ആശംസ വാങ്ങിച്ചു ഷൂട്ട് തുടങ്ങിയതേ ഉള്ളൂ. അവരൊക്കെ ഒന്ന് ഫ്രീ ആവട്ടെ. ഏറ്റവും കൂടുതൽ ആശംസ കൊടുക്കാൻ കുട്ടിയിലും ഉണ്ട്, അവനെ ഒന്ന് വാങ്ങിച്ചു തരാം. ശരിയാണ്. ഓക്കെ. ഒരു ആശംസ വീഡിയോ സജീവ മൂത്തലി കൊടുക്കണമെന്ന്. ആശംസ വീഡിയോ പിന്നെ അത് നമുക്ക് ആലോചിക്കാം. അതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ വേറെ കാര്യം പറയാനുണ്ട്. സാധാരണ നിങ്ങൾ എപ്പോ വന്നാലും കൂടെ കിഴങ്ങ് അമ്പിളിക്കുട്ടനെ കൊണ്ടാണ് വരുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോടേ? അല്ല, അത് ഞങ്ങൾക്ക് ചീത്തപ്പേരാ. ഇവിടുന്ന് അമ്പിളിക്കുട്ടന്റെ ഓരോന്ന് കേട്ട് ഇപ്പൊ നാട്ടില് മണ്ടൻ എന്ന വാക്ക് മാറ്റിട്ട് അമ്പിളിക്കുട്ടനാക്കി. നമ്മളെ എന്നെയൊക്കെ ഇപ്പൊ അമ്പിളിക്കുട്ടൻ എന്നാണ് വീട്ടിലേക്ക് വിളിക്കുന്നത്. ഇവൻ പറയാൻ ഞാനാണ് അവന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ക്ലാസ് എടുത്തു ഇയാളല്ലേ എപ്പോഴും കൊണ്ടുവരണല്ലേ? നിങ്ങളല്ലേ ഇവിടെ അമ്പിളിക്കുട്ടനെ കൊണ്ട്. അതുകൊണ്ട് ഇന്ന് ക്രിസ്മസ് ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. ദയവ് ചെയ്ത് ഞങ്ങളുടെ റിക്വസ്റ്റ് ആണ് അമ്പിളിക്കുട്ടനെ എന്തായാലും ഞാൻ വിളിച്ചോണ്ട് വരത്തില്ല. രാവിലെ ആയപ്പോ എവിടെയോ പോയി ഒരു കോസ്റ്റ്യൂം ഒക്കെ വാടകയ്ക്ക് എടുത്ത് നല്ലോണം മേക്കപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് പരിപാടി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വരട്ട്, തൽക്കാലത്തേക്ക് നമുക്ക് മനസ്സിലാവാത്ത പോലെ അഭിനയിക്കാം. എന്താണ് പ്ലാൻ എന്ന് അറിയണമല്ലോ. വരട്ടെ. മാമ ഈ ആട്ടിനെ കൊണ്ട് അങ്ങോട്ട് വന്നു. ആട്ടിനെ കൊണ്ട് മാമ എങ്ങോട്ട് പോകുന്ന? മാമനാ? എടാ ക്രിസ്മസ് പപ്പ. അങ്ങനെയാണോ? എടാ അമ്പിളിക്കുട്ടാന്ന് വിളിക്കരുത്. അവർക്ക് എന്നെ മനസ്സിലാവാതിരിക്കട്ടെ ഞാൻ ഇങ്ങനെ ഒരുങ്ങി വന്നത്. അയ്യോ, എന്റെ തെറ്റിപ്പ് കൊണ്ട് കഴിഞ്ഞാൽ മനസ്സിലാവേയില്ല. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാന് ഇവിടെ ഇരിക്കുന്ന ഈ സാധനങ്ങളില്ലേ, ഇതൊക്കെ ആരെങ്കിലും എടുത്തോണ്ട് പോവാതിരിക്കാൻ എന്റെ അടുത്ത് ഒന്നിനു കാവലി വന്നോളാൻ പറഞ്ഞു സാർ. അങ്ങനെ വന്നേ. അപ്പൊ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എന്താണ് നിന്റെ പേരെന്താണ്? പേര് പിന്നെ ഇത് ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ടാ. ഇത് ബംഗാളികളൊക്കെ ഉള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു കറുത്ത ഒരു ഇതുണ്ടല്ലോ. അതാണ് ഞാൻ. ഇതെന്തോന്നടാ ഇത്? ഇത് ടൈ അല്ല, സോക്സ്. അങ്ങനെയാണോ? മാറ്റിയിട്ടേക്കുന്നത് ഇത് അളിയ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നെയാണ്. ഇതേ കളറിലുള്ള ഒരു ജോഡിയും കൂടെ ഉണ്ട്. പക്ഷെ അതിനൊരു പ്രശ്നം, ഈ കളർ ഈ കാലിലും ഈ കളർ ഈ കാലിലുവാ. മാറിയിട്ടുണ്ട് വന്നിട്ട് കളർ മാറിയിട്ടുണ്ട് വന്നിട്ട് പോരാ. സത്യം പറഞ്ഞ ഈ വേഷം കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്ന അറിയാമോ, നിനക്ക് പോലീസിൽ ചേരാനുള്ള ഒരു ലുക്കൊക്കെ. അത് പറ്റൂല. എന്റെ ഈ ദേഷ്യം ഒക്കെ വരുന്ന ഈ സ്വഭാവം ഒന്നും പോലീസിൽ പറ്റൂല. എടാ ഏത് പോലീസാ സൗമ്യമായിട്ട് പെരുമാറുന്നത്? ഉണ്ട്. ഞാൻ ഇന്നലെ റോഡിൽ കൂടെ സൈക്കിളിൽ ഇങ്ങനെ പോയി. അപ്പൊ പോലീസ് ഇപ്പൊ കൊണ്ടുവരുത്തിട്ട് എസ് ഐ എന്റെ പറയാണ്, മക്കളെ അച്ഛനോട് പറയണം റോഡ് കൊടുക്കാനുണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന്. എടാ സിംബോളിക്കായിട്ട് നിന്റെ അച്ഛന്റെ വകയാണ് ഈ റോഡെന്ന് ചോദിച്ചതാണ്. അതുപോലും മനസ്സിലായില്ല. വീട്ടിൽ ഇരിക്കുന്നവരെയും കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് കാര്യമൊന്നും പറയില്ല. എന്റെ അമ്മയ്ക്ക് എന്റെ കൂടെ ഒരു സ്നേഹവും ഇല്ല. ഒരമ്മയ്ക്കും മക്കളോട് സ്നേഹം ഇല്ലാതിരിക്കില്ല. അങ്ങനല്ല. അമ്മ എന്റെ അടുത്ത് ഇന്നലെ പറയാണ്, നാട്ടുകാരെയും വീട്ടുകാരെയും കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാതെ എങ്ങോട്ടും ഇറങ്ങി പോടാന്ന്. പിന്നെ രാവിലെ ആയപ്പോ ഭയങ്കര സങ്കടം. പെറ്റമ്മയിലാണ് സങ്കടം കാണൂല അങ്ങനെ പറഞ്ഞേല്. അതല്ല, ഇങ്ങനെ നാണം കെട്ട് തിന്നാൻ നിനക്ക് എന്ത് ഇതാടാന്ന് ചോദിക്കാൻ മറന്നുപോയത്. അതിന്റെ സങ്കടമായിരുന്ന പിന്നെ ഞാൻ കരഞ്ഞത് ഇവിടെ. വെളുപ്പിന് 3 മണിയാവുമ്പോ രണ്ട് കീട് കൂടിപ്പോയി. കിടുകിടാ വിറയ്ക്കുന്ന തണുപ്പത്ത് 3 മണിക്ക് റബ്ബർ വെട്ടാൻ പോ. അച്ഛനാ നീയാ? പിന്നെ അമ്മ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും? ഞാനും അച്ഛനും കൂടെ ആ തണുപ്പത്ത് മൂടി പുതയ്ക്കാൻ ഒരു പുതപ്പോലും ഇല്ലാതെ ചുരുണ്ടുകൂടി കിടന്നുറങ്ങും. അമ്മ കണ്ണിച്ചോരയില്ലാതെയാണ് ഞങ്ങളെ മുമ്പിൽ കൂടെ റബ്ബർ അറിയാമോ? അമ്മയ്ക്ക് കണ്ണിച്ചോരയില്ലല്ലേ? നിങ്ങൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. പാവം എന്റെ അച്ഛൻ അരയിൽ ഒരു കറുത്ത ചരട് മാത്രമേ ഉള്ളൂ. അറിയാമോ? അച്ഛന്റെ അരയിൽ കറുത്ത ചരടുണ്ടെന്ന് നിനക്ക് അങ്ങനെ അറിയാം? എന്റെ മുമ്പിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു ശ്രദ്ധയില്ലാത്ത മനുഷ്യനാന്ന്. അല്ലേ ഞാൻ എടുത്ത് പുതയ്ക്കുന്ന. എടാ ഇന്നലെ വന്ന് ഈ പുൽക്കൂടൊക്കെ ഒരുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ കാര്യം ഏൽപ്പിച്ചിട്ട് നീ ചെയ്തായിരുന്നു. ഞാൻ ചെയ്യേണ്ടി വന്നു. കാര്യം അറിഞ്ഞില്ലേ? ഇന്നലെ ഞാൻ വന്ന ബസ് മറിഞ്ഞെന്ന്. അയ്യോ, വല്ല പ്രശ്നം വല്ല ഉണ്ടായിരുന്നോ? അയ്യോ, ആളുകളൊക്കെ നാട്ടുകാരൊക്കെ കൂടി എല്ലാരും ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. ഞാൻ പിന്നെ കണ്ടക്ടറെ തപ്പി കിടന്നു. ആശുപത്രി കൊണ്ടുപോകാനാണ്? എനിക്ക് 5 രൂപ ബാലൻസ് തരാൻ ഉണ്ടായിരുന്നു. ഈ പോടെ രാവിലെ ഒരുത്തനെ കൊണ്ട് ഇവിടെ ഫോൺ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര മാറ്റർ എഴുതി വെച്ചെങ്ങനെയാണ് അതിന്റെ വിഷു ആശംസ വീഡിയോ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഒരു മനുഷ്യനെ ശല്യം ഒന്നും പറയില്ലേ, മോശമാണ്. ശല്യം എന്ന് പറയാൻ പിന്നെ നോക്കണം. ഇത്രയുണ്ട്. ഒരു കാര്യം ചെയ്യും, അഖിലിന്റെയൊക്കെ പിന്നീട് ഞാൻ വാങ്ങിച്ചോളാം. നീ എന്തായാലും നീ അത്യാവശ്യം ഫേമസ് ആണല്ലോ. എന്റെ ഒരു വീഡിയോ ഇങ്ങത്താ, നോക്കി വായിച്ചാൽ മതി കേട്ടോ. എടുത്തോളൂ. ഞാൻ സെൽഫി എടുക്കും. ഞാനും കൂടെ നിൽക്കാം. നമ്മൾ രണ്ടും ഒരുമിച്ച് അറിയാൻ പറ്റും. ഓൺ ആക്കട്ടെ. ഹായ് പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം അമ്പിളിക്കുട്ടൻ. മുഖത്തല സജീവും കുറെ മാക്രി പിള്ളേരും. മാക്രി പിള്ളേരാ? പിള്ളേരെന്നല്ലേ ഉള്ളൂ. മാക്രി ഞാൻ കയ്യിൽ നിട്ടതാ. പറഞ്ഞാൽ മതി. അവതരിപ്പിക്കുന്ന കണകുണ 2025. കണകുണ കണിക്കൊന്ന 2025. ബാക്കി നീ വായിക്കണം, ഞാൻ വായിച്ചോളാം. അത് നീ വായിച്ചാൽ ശരിയാവൂല. കൊന്നപ്പൂവിന്റെ പരിമളമൂറുന്ന വിഷു ആശംസകൾ. വലിയക്കാരനാട്ടോ. വലിയക്കാരനാ? വായിക്കാരനോടൊന്ന് പറയരുത്. എടാ നീ ഇങ്ങനെ നടക്കാതെ എവിടെയെങ്കിലും പോയി കാശുണ്ടാക്കാൻ നോക്കടാ.
കാശുണ്ടാക്കാൻ എവിടെങ്കിലും പോകുന്ന എന്തിന്? എന്തിന്? ഒരു കുപ്പി മദ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാശുണ്ടാക്കാം. ഒരു കുപ്പി മദ്യം കൊണ്ട് അങ്ങനെ കാശുണ്ടാക്കും? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ രാത്രി ഇരുന്നിട്ട് ഈ ഒരു കുപ്പി മദ്യവും കുടിക്കണം. അപ്പൊ ഫ്ലാറ്റ് ആവും. രാവിലെ ഈ ഫ്ലാറ്റ് വാടകയ്ക്ക് കൊടുത്ത് നമുക്ക് കാശുണ്ടാക്കാം. ചോദിച്ചു വാങ്ങിച്ചാ ഞാൻ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നീ പറയുമ്പോ അങ്ങനെ പറയരുത്. എനിക്ക് ബുദ്ധി ഉണ്ടാന്ന് ചോദിക്കണം. അതാണ് correct. ഇവിടെ തലയിൽ ആള് താമസം ഇല്ലടാ. ഇതുവരായിട്ടില്ല. നല്ല വല്ല പാർട്ടിക്കാരുണ്ടെങ്കിൽ നോക്കാം. ഫാമിലിക്ക് കൊടുക്കും. അവരെ വൃത്തിയായിട്ട് സൂക്ഷിക്കും. എടാ നീ ഒരു കാര്യം ചെയ്യ്. ജോലിക്ക് പോകുന്ന ആരെങ്കിലും കണ്ട് പഠിക്ക്. അവർ അധ്വാനിക്കുന്ന കണ്ട് പഠിക്ക്. ഞാൻ പോയി കുറെ പേര് നന്നായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാർ. അപ്പൊ ഞാൻ അവരെ കൂടെ പോയിട്ട് അവർ എങ്ങനെയാണ് അധ്വാനിക്കുന്നതെന്ന് കണ്ട് പഠിക്കാൻ വേണ്ടി പോയി. മിടുക്കൻ. അത്ഭുതം എന്ന് പറയട്ടെ. പറഞ്ഞാട്ടെ. അവരും പണിക്കൊക്കെ നിർത്തി എന്റെ കൂടെ കലിങ്ങി വന്നിരിക്കുക. ഞാനിനി എന്ത് പറയാൻ? സത്യം പറഞ്ഞ നിനക്ക് പറ്റിയ ജോലി എന്താണെന്ന് അറിയാമോ? എനിക്കറിയാം. എന്റെ തിന്നക്കല്ലേ അത് സ്വാഭാവികമായിട്ട് എല്ലാരും പറയുന്നത് അതല്ല. നീ എഴുതണം. എന്തെഴുതും? ആലോചിച്ച് കൂട്ടൊന്നും വേണ്ട. നിന്റെ മണ്ടത്തരങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഖണ്ഡകാവ്യമുണ്ട്. അങ്ങനൊന്നും പറയരുത്. ഞാൻ ബിരുദമൊക്കെ എടുത്ത ആളാണ്. മണ്ടത്തരത്തിലായിരിക്കും. എന്റെ ഒരുമാതിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടല്ലോ. ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മിണ്ടായി. ഞാൻ എന്നെ ഇവിടെ അനുസാറാണ് കൊണ്ട് നിർത്തിയേക്കുന്നത്. അറിഞ്ഞു. എവിടെ പോയി? നിനക്കെന്തരാ കുഴപ്പം? നിനക്കെന്തരാ? എന്നെ അമ്മ അനുസാറാണ് ഇവിടെ നിർത്തി. ആര് പറഞ്ഞു കുറെ നേരം ഇറങ്ങി പോ. മര്യാദ ഇറങ്ങി ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഇത് ആരെ ഫ്ലോർ? നമ്മുടെ ഫ്ലോറാണ്. ഇറങ്ങി പോടാ. ചോരയും നീരും തണ്ടും തടിയുറപ്പുമുള്ള അമ്പിളിക്കുട്ടൻ ഗൂർഖ റിപ്പോർട്ടിംഗ് സാർ. സൂപ്പർ സൂപ്പർ. Comedy Masters.